ഇത്രയും ചെറിയൊരു പയ്യൻ ടി വിയിലൊക്കെ കാണുമ്പോഴേ ഉള്ളൂ ശലം വലിപ്പമുള്ളൂ. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു കൊച്ചു പയ്യനാണ്. രണ്ടുപേരെയൊക്കെ ഇങ്ങനെ കൊല്ലാൻ ഇവനെ കൊണ്ട് സാധിക്കുമെന്നൊരു നമുക്കൊരു തോന്നലുണ്ടാവും. കോട്ടയം ഹോട്ടൽ ഇന്ദ്രപ്രസ്ഥയുടെ ഓണർ വിജയകുമാറും ഭാര്യയും കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ അപ്ഡേറ്റ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നിങ്ങളെ ഒന്ന് അറിയിക്കാമെന്ന് കരുതി. സംഗതി വേറെ ഒന്നുമല്ല, ഇവരുടെ മരണത്തിന് അല്ലെങ്കിൽ ഇവരുടെ കൊലപാതകത്തിന് കാരണക്കാരനായി എന്ന് പോലീസ് പറയുന്ന അല്ലെങ്കിൽ പോലീസ് കണ്ടെത്തിയ ആസാമി, ആ ഒരു സുന്ദര കില്ലാടി ഇവരെ കൊല ചെയ്യാനായിട്ട് അന്ന് രാത്രി ഇവരുടെ വീട്ടിലേക്ക് ഒരു ഓട്ടോയിലാണ് വന്നത്. നിങ്ങൾ ആലോചിക്കണം, ഒരു ഓട്ടോയിൽ. ആ ഒരു ഓട്ടോക്കാരൻ, അതായത് ആ ഒരു ഓട്ടോയുടെ ഡ്രൈവർ ചേട്ടൻ ഇപ്പോ ഒരു ചാനലിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറച്ചധികം അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും ഒന്നും നിങ്ങളെ കാണിക്കുന്നില്ല. കുറച്ച് കാര്യങ്ങൾ എനിക്കത് കേട്ടപ്പോൾ അത് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കണം. മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നിങ്ങളെ കേൾപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. നിങ്ങൾ വളരെ വ്യക്തതയോടുകൂടി തന്നെ, വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾ അതൊന്ന് കേൾക്കാൻ മനസ്സ് കാണിക്കുക. കാരണം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ ഒരുപാടൊന്നും അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വരില്ല. അത് കേൾക്കുമ്പോൾ അത്യാവശ്യം മൂലയുള്ള ഏതൊരു വ്യക്തിയും ഒന്ന് ചിന്തിക്കും, ഇതെന്താ ഇങ്ങനെയൊക്കെ? ഇദ്ദേഹം ഈ പറയുന്നത് കേൾക്കുമ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു വശപ്പശ ഉണ്ടല്ലോ എന്നുള്ളൊരു സാധനം നിങ്ങൾക്ക് തോന്നും. എന്തായാലും നമുക്കൊന്ന് കണ്ടു തുടങ്ങാം. എന്നിട്ട് ആ വശപ്പശ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങോട്ട് തരാം. എങ്ങനെയായിരുന്നു സംഭവം? രാത്രിയിലൊരു 12:10-12 ആ ടൈമിൽ വന്ന് ഈ പയ്യൻ ചോദിച്ചു തിരുവാതിക്കൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം ചാർജ് എത്രയാണെന്ന് ചോദിച്ചു. ചാർജ് പറഞ്ഞു. ഒരാളെ ഉള്ളെന്ന് പറഞ്ഞു. അവർ ഒരാളാണെങ്കിലും 3 പേരാണെങ്കിലും ഒരേ ചാർജാന്ന് പറഞ്ഞു. അവിടെ നിന്ന് നേരെ തിരുവാതിക്കൽ ചെന്നു. അപ്പം ഈ വഴിക്കാണ് ബേക്കറി ജംഗ്ഷൻ വഴി നേരെ അങ്ങാണ് പോയത്. തിരുവാതിക്കൽ ജംഗ്ഷനിൽ ചെന്ന് അവിടെ ഒരു ATM-ൻ്റെ സൈഡിൽ കൊണ്ട് നിർത്തി. അവിടെ വെട്ടമുള്ളൊരു സ്ഥലം അതായിരുന്നു. അവിടെ കൊണ്ട് നിർത്തി. അവിടെ നിന്ന് നേരെ പൈസ തന്നിട്ട് ആ കുമരകം റോട്ടിലോട്ട് നടന്നു പോകുന്നുണ്ട്. ഈ പൈസ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞിട്ടല്ലേ? അവിടുന്ന് പൈസയൊക്കെ ചോദിച്ച് അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടാണ് കയറിപ്പോരുന്നത്. നല്ല പെരുമാറ്റം കണ്ടിട്ട് സംശയം തോന്നാൻ ഒന്നുമില്ലായിരുന്നു. കാരണം ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിച്ചോട്ടെ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ അത്യാവശ്യം ഒരു വിവരമുള്ള ആളുകളായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. എനിക്ക് വേറെ ആരോട് ചോദിക്കണമെന്ന് അറിയില്ല. ഈ വ്യക്തി, ഈ ആസാമി, ഇവൻ ആ വീട്ടിൽ കയറിയ കൊലപാതകം ചെയ്തതിന് ശേഷം ആ വീട്ടിലെ അവിടെ CCTV ക്യാമറ ഉണ്ടെന്ന് അറിയാം. അവിടുത്തെ CCTVയുടെ വിഷ്വൽസ് എല്ലാം വന്നു ചേരുന്ന, സൂക്ഷിക്കപ്പെടുന്ന ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ട് തോട്ടിലെറിയാൻ ബുദ്ധി അവനുണ്ട്. അത് കാണിച്ചു വരുത്താൻ ഒരു ATM-ന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഓട്ടോ നിർത്തി അവിടെ ഇറങ്ങി അവിടുന്ന് നടന്ന് കൊലപാതകം നടത്തുന്ന വീട്ടിലേക്ക് പോയി. നിങ്ങൾ ആലോചിക്കണം, ഇവൻ പൊട്ടനാണോ അപ്പോ? ആ വീട്ടിലെ CCTV ക്യാമറയിൽ അവന്റെ വിഷ്വൽസ് വരുമെന്ന് അറിയാം. ഇവിടുത്തെ ATM-കളിലെല്ലാം ക്യാമറ ഉണ്ടെന്ന് ഏതൊരു പങ്കാളിക്കും ആസാമിക്കും ഒക്കെ അറിയാലോ. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനവൻ ആ ATM-ന്റെ ഫ്രണ്ടിൽ തന്നെ പോയി ഇറങ്ങി? നിങ്ങൾക്ക് ആ വിഷ്വൽ കാണുമ്പോൾ മനസ്സിലാവും. അതിന്റെ ഫ്രണ്ടിലാണ് ആ ഓട്ടോക്കാരൻ ചേട്ടൻ, പ്രിയപ്പെട്ട ചേട്ടനും പറയുന്നുണ്ട് ATM-ന്റെ ഫ്രണ്ടിൽ അവൻ ഇറങ്ങിയെന്ന്. ഒരൊറ്റ നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തിനവൻ ഇറങ്ങി? കാരണം അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നതിന്റെ ഒക്കെ തെളിവ് വേണം അവനെ കൊണ്ട് ഈ പരിപാടി ചെയ്യിപ്പിച്ചവർക്ക്. കാരണം പെട്ടെന്ന് പോലീസുകാർക്ക് അവനെ പിടിക്കാൻ പറ്റണം, പെട്ടെന്ന് പിടിച്ചകത്തിടണം, കേസ് ക്ലോസ് ആവണം. പഴയ കേസ് ഈ ഒരു വിജയകുമാറിന്റെയും അവരുടെ ആ വ്യക്തിയുടെ ഭാര്യയുടെയും മകനായിട്ടുള്ള ആ ഒരു പാവം പയ്യൻ, പാവമാണോ അല്ലയോ എന്ന് അറിയത്തില്ല, എന്റെ വായിൽ നിന്ന് വീണതാണ്, ക്ഷമിക്കുക. അവന് പാവം അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ. എന്താണെങ്കിലും ആ പയ്യന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആയതുകൊണ്ട് വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നതാണ്, സംതിങ് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അതിലേക്കൊന്നും എത്താതിരിക്കാൻ വേണ്ടി തെളിവുകൾ ഇട്ടുകൊടുക്കുക അങ്ങോട്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് താഴെ കമന്റ് ബോക്സിൽ പറയുക. ഇതൊക്കെ ആരും ഇവിടെ ശ്രദ്ധിക്കാതെ പോകുന്നു. എന്തിനവൻ ആ ATM-ന്റെ ഫ്രണ്ടിൽ തന്നെ പോയി ഇറങ്ങി? വീട്ടിലെ ഹാർഡ് ഡിസ്ക് കൊണ്ടൊന്നും കുളത്തിൽ കളയാവുന്നതിന് ബാക്കി നിങ്ങൾ കാണുക. മലയാളം സംസാരിച്ചത്, പിന്നെ ഒരാളെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഏകാത്മി എന്ന് ഹിന്ദിയിലാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ആളുടെ വേഷം കണ്ട നേരം ഒരു കുഴപ്പമൊന്നും തോന്നില്ല. ഒരു ജെന്റിൽമാൻ ലുക്ക്, ഒരു കാച്ചട്ടയും പെർമുട, നല്ല ബനിയൻ, അതൊക്കെ ഇട്ടേ. അതാണ് തിരിച്ചറിയാൻ പെട്ടെന്ന് സഹായിച്ചു. അതിന് ആ വേഷം ശ്രദ്ധിച്ചുകൊണ്ടാണ് തിരിച്ചറിയാൻ പറ്റും. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുമായിരുന്നു ചേട്ടാ? അകത്തുനിന്ന് ഇറങ്ങി വന്നതാണ്, റെയിൽവേയുടെ അകത്തുനിന്നാണ് ഇറങ്ങി വന്നത്. അവിടെ നൈറ്റ് ഓടാൻ കിടക്കുന്നതാണ്. ഓടാൻ കിടക്കുന്നതാണ്.
പിന്നെന്താ പിന്നെ ഈ ഇവൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് ചേട്ടൻ സ്വാഭാവികമായിട്ടും പിന്നെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല അല്ലേ? സാധാരണ ഒരു ഓട്ടം പോലെ ആള് ഇറങ്ങിപ്പോയി. പുറകെ 2 വണ്ടി ഉണ്ടായിരുന്നു അങ്ങോട്ട് തിരിയാൻ വേണ്ടി. അപ്പോൾ ഞാൻ വണ്ടി തിരിച്ചിട്ട് ഒരു 2 സെക്കൻഡ് അവിടെ ചവിട്ടി നിർത്തി ആ വണ്ടി പോകാൻ വേണ്ടി. അപ്പോൾ ആള് ഇവനങ്ങോട്ട് നേരെ ആ കുമര റോട്ടിലോട്ട് അങ്ങ് നടന്നു പോകുന്നത് കണ്ട് ഞാൻ തിരിച്ചു പോരുകയും ചെയ്തത്. പിന്നെ ഈ സംഭവം കണ്ട് ചേട്ടൻ എന്താ തോന്നിയത്? ഇത് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? പിറ്റേ ദിവസം ഓടാൻ ചെന്നപ്പോഴത്തേക്കിന് പോലീസുകാർ വന്നിട്ട് ഇപ്പം പ്രതിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഫോട്ടോ കൊടുത്തിട്ട് ഗ്രൂപ്പ് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളെ കണ്ട അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഫോണിലോട്ട് ഇവൻ്റെ ഫോട്ടോ വന്നപ്പോഴത്തേക്കിന് ഞാൻ തിരിച്ചറിഞ്ഞ് പെട്ടെന്നൊരു ഞെട്ടലാണ് ഉണ്ടായത്. കാര്യം ഒരു കൊച്ചു പയ്യനാണ്, ഇങ്ങനെ ചെയ്യുമോയെന്ന് നമുക്കൊരു അതിശയം തന്നെയായിരുന്നു. ഈ കണ്ടിട്ട് ഈ വാർത്തയൊക്കെ അന്ന് ശ്രദ്ധിച്ചിരുന്നു? ഇരട്ടക്കൊലയുടെ വാർത്തയൊക്കെ അല്ലാതെ വരുമ്പോൾ അതൊക്കെ ചേട്ടൻ ശ്രദ്ധിച്ചിരുന്നു? അത് ഇവിടെ അതിലോട്ടൊക്കെ കിടക്കാം. ആ ചേട്ടൻ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അദ്ദേഹത്തിന്റെ ഓട്ടോയിൽ വന്നു, അവനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈക്ക് പുള്ളി കണ്ടു, അന്നത്തെ രാത്രിയിൽ പോയി. അടുത്ത ദിവസം ഈ ന്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ പോലീസുകാർ ഇവരെ പിടിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ ചേട്ടൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അന്നാ കണ്ടവൻ വളരെ ഒരു ചെറിയ പയ്യൻ, അവൻ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നാണ് ആ ചേട്ടൻ ആദ്യമേ ചിന്തിച്ചത്. ഒന്ന് ആലോചിക്കണം നിങ്ങൾ. അവനെ കണ്ട ആളുകൾക്ക് അങ്ങനെ തോന്നി, ആ കണ്ട ആ ചേട്ടൻ അങ്ങനെ തോന്നി. ഈ ഒരു വിഷയമായി പല കഥകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് പല ഡൗട്ടുകൾ. ഞാനിപ്പോ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇപ്പൊ കുറെ പേര് ചിലപ്പോൾ കമന്റ് ബോക്സിൽ പറയും, എടാ ചിലപ്പോ ഒന്ന് ശ്രദ്ധിച്ചു കാണത്തില്ലടാ ATM-ന്റെ, ചിലപ്പോൾ പെട്ടെന്ന് അവനൊരു പാനിക് ആയിട്ട് അവിടെ നിർത്തിക്കോളാൻ പറഞ്ഞ് അവനോട് ചാടി ഇറങ്ങി ഓടിയതായിരിക്കും, വീട്ടിൽ കയറി കൊല്ലാൻ. അതൊക്കെ ചിലപ്പോൾ ഇപ്പൊ ചില ആളുകൾ പറയുമായിരിക്കും. അവർക്ക് ചിന്തിക്കാൻ ഒരു സാധനം ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും, ഏതൊരു പൊട്ടക്കണ്ണനും അറിയാം. ഞാൻ ആ ഒരു വാക്കങ്ങ് പറഞ്ഞു വിചാരിച്ച് ഇല്ലാത്തവരെ ഞാൻ കണ്ണില്ലാത്തവരെ അങ്ങനെയൊന്നും കളിയാക്കിയൊന്നും അല്ല കേട്ടോ. ഞാൻ എന്റെ വായിൽ നിന്ന് വീണ് പോയതാണ്. കാരണം നമ്മൾ പണ്ട് തൊട്ടേ പറയത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ്. ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമായിരുന്നു ഒരു ATM-ന്റെ പരിസരത്ത്. അതല്ല എവിടെയാണെങ്കിലും ഇന്ന് സൂക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ മിക്ക സ്ഥലത്തും ക്യാമറകളുണ്ട്. അപ്പൊ അതൊക്കെ നോക്കി ഇത്രയും പോലീസുകാരൊക്കെ പറയുന്നത് കേട്ടു. പല ന്യൂസിൽ ഇതിനു മുമ്പൊക്കെ ഉള്ള വാർത്തകൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇവൻ ആ വീടിന്റെ പരിസരത്തൊക്കെ കുറെ ദിവസം കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ആ വീടിനെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരുത്തനാ. അവൻ റൂം എടുത്ത് അവിടെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ കറങ്ങി ഒരുത്തന് ഈ പോകുന്ന പോക്കിൽ ഒരു ATM-ന്റെ ഫ്രണ്ടിൽ ഇറങ്ങരുത് എന്ന് ചിന്തിക്കാനുള്ള ബോധം വിവരമൊന്നും ഇല്ലേ? തെളിവുകൾ, തെളിവ്. ഈ ഓട്ടോക്കാരൻ ചേട്ടൻ പുള്ളി ഒരു സാക്ഷി. ഇതൊക്കെ സാക്ഷികളെയൊക്കെ ഉണ്ടാക്കി നേരത്തെ വെച്ചിരിക്കുക. മനസ്സിലായോ? എത്രയും പെട്ടെന്ന് എത്തണം. ആസാമിക്കുട്ടനെ പെട്ടെന്ന് പിടിക്കണം. അവനെ പിടിച്ചു, പരിപാടി തീർത്തു. ഇനി ഇതിന്റെ പേരിൽ ഒരു മുന്നോട്ടുള്ള ഒരു അന്വേഷണവും വലിയ തോതിലൊന്നും ഉണ്ടാവും. ഇനി ഇവന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ അങ്ങനൊന്നും അന്വേഷിച്ച് ഇവിടെ ആരും പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? താഴെ കമന്റ് ബോക്സിൽ എന്താണെങ്കിലും പറയണം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ബാക്കി കുറച്ചും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓടിയ വെളുപ്പിനെയാണ് പോരുന്നത്. വന്നു കഴിഞ്ഞ് കിടന്ന് ഉറക്കമാണ്. ഉറങ്ങി എഴുന്നേറ്റ് 3:30 ആകുമ്പോൾ എഴുന്നേറ്റ്. അത് കഴിഞ്ഞ് ഈ ന്യൂസ് കണ്ടപ്പോഴത്തേക്കിന് ഇങ്ങനെ തിരുവാതിരക്കൽ ഇങ്ങനെ ഇരട്ടക്കൊലപാതകം നടന്നേക്കുന്നത് കണ്ടായിരുന്നു. പിന്നെ ഓടാൻ പോകും. വൈകുന്നേരം ഒരു 5-5:30 ആകുമ്പോൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോകും. ആ സമയത്തുള്ള ന്യൂസ് കാണലേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു ഇവനാണെന്നുള്ളൊരു ധാരണയൊന്നും അന്നേരം ഇല്ല. ഈ വൈകുന്നേരം സ്റ്റാൻഡിൽ ചെന്ന് ഇങ്ങനെ ഗ്രൂപ്പിനകത്ത് ഇവൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞെട്ടിയത്. എന്താ തോന്നുന്നത് ഇത്രയും ചെറിയൊരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതാ ഒരു അതിശയമായിരുന്നു. ഇത്രയും ചെറിയൊരു പയ്യൻ TV-യിലൊക്കെ കാണുമ്പോഴേ ഉള്ളൂ ശകലം വലിപ്പമുള്ളൂ. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു കൊച്ചു പയ്യനാണ്. 2 പേരെയൊക്കെ ഇങ്ങനെ കൊല്ലാൻ ഇവനെ കൊണ്ട് സാധിക്കുമെന്നൊരു നമുക്കൊരു തോന്നലുണ്ടാവും. പിന്നീട് പോലീസ് എന്താ ചെയ്തത്? തോന്നലുണ്ടാകും. അവനെ നേരിട്ട് കണ്ട ആള് പറയുന്നു, ആ കൊലപാതകം നടക്കുന്നതിന്റെ തലേ ദിവസം അല്ലെങ്കിൽ അന്ന് വെളുപ്പിനെ കൊണ്ടുവന്ന് അവനെ ഓട്ടോയിൽ ഇറക്കിയ ചേട്ടൻ പറയുന്നു. അവനെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? അവനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പറയില്ല. കാരണം ഒരു കുഞ്ഞു പയ്യൻ, ആ ഒരു കൊച്ചു പയ്യൻ ആ ഒരു വീട്ടിൽ കയറി വിജയകുമാറിന്റെ അടുത്ത് ആദ്യമേ ചെന്നിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ശരീരം കൊണ്ട് ഒരാളെ അളക്കാൻ പറ്റില്ല. ചിലപ്പോൾ നല്ല സ്ട്രെങ്ത് കാണും അവന്. ചിലപ്പോൾ അതുകൊണ്ട് ചെയ്തതായിരിക്കാം അവൻ ചെയ്തതായിരിക്കാം. ഞാൻ അല്ലാതെ പറയുന്നില്ല. CCTV വിഷ്വൽസിലൊക്കെ അവനുണ്ട്. പക്ഷേ അവനെ കൊണ്ട് ആര് ചെയ്യിച്ചു? അതാണ് എന്റെ ചോദ്യം. എനിക്ക് അങ്ങനെ തന്നെയാണ് ചോദിക്കാൻ തോന്നുന്നത്. ആരോ ഇതിന്റെ പുറകിൽ നല്ല തോതിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അത് എനിക്ക് മനസ്സിലായത് വെച്ച് ഇവന്റെ മകനെ ആരാണോ തീർത്തത് അവൻ ഈ ഒരു കേസ് ആ ഒരു കേസ് ഇപ്പം ആ മകന്റെ കേസ് CBI അന്വേഷിക്കാൻ തുടങ്ങുന്നു. ഈ ഒരു അച്ഛനും അമ്മയും കാരണം, അല്ലെങ്കിൽ ആ ഒരു അച്ഛൻ കാരണം കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വരുന്നു.
ഇതെല്ലാം പെട്ടെന്ന് തന്നെ ഇല്ലാതെ ആവണമെങ്കിൽ ആ അച്ഛൻ ഇല്ലാതെ ആകണം. പിന്നെ ആ കേസിന്റെ പുറകെ ആരും പോകത്തില്ല. CBI കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മൂലയ്ക്ക് മാറ്റി വെച്ചിട്ട് അവരവരുടെ നാട്ടിൽ പോകും. അതാണല്ലോ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ കണ്ടോളുക, അത് തന്നെയായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടി എന്താണെന്ന് അറിയോ? നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ ആ ഒരു പേടി വേണം. അത് വേറൊന്നുമല്ല, നാളെ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ആ വ്യക്തിയുടെ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ അദ്ദേഹം നിന്നിരുന്ന ഒരവസ്ഥയിൽ നമ്മളൊക്കെ നാളെ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് തന്നെയായിരിക്കും നമുക്കൊക്കെ സംഭവിക്കുന്നത്. അതും തീരെ പൈസയും കൂടെ ഇല്ലാത്ത ഒരാളാണ് നമ്മളെങ്കിൽ തീർന്നു, പെട്ടു. ഇതാ കാശും പണവും വലിയ ടീമുകളാ, എന്നിട്ടാണ് അവർക്ക് ഈ ഒരു അവസ്ഥ. അപ്പൊ സാധാരണക്കാരന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച, ഇവിടെ ഒന്നുമില്ല. ഇവിടുത്തെ നിയമമൊക്കെ കണ്ണടയ്ക്കും പല കാര്യങ്ങളിലും. ഇപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എന്നെ പിടിച്ചൊരു രാജദ്രോഹിയ അങ്ങനെയൊക്കെ ആക്കി പിടിച്ച് ചാനൽ കൂട്ടിക്ക് ഇതൊക്കെ ചെയ്യാം, അതൊക്കെ ചിലപ്പോൾ ചെയ്തേക്കും. സത്യം പറയുന്നവർക്ക് എന്നും അത് തന്നെ ഇവിടുത്തെ അവസ്ഥ അല്ലേ? നിങ്ങൾ പറയണം, താഴെ കമന്റ് ബോക്സ് ഉണ്ട്. നിങ്ങൾ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയണം. ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞു തന്നെ ഇപ്പോഴും പറയുള്ളൂ. തെളിവുകളൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ തെളിവുകളൊക്കെ നമുക്ക് ഇട്ട് തന്നിട്ട് അതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും നമ്മളൊന്ന് ചകഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഉടായിപ്പാടേ അല്ലേ? നിങ്ങൾ പറ. ഇതൊക്കെ കേട്ടിട്ട് ഫസ്റ്റ് ഇത് കണ്ട എല്ലാവരും വിചാരിച്ചോളൂ, ഓ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ. പക്ഷെ ഒന്ന് ചിന്തിച്ചാൽ മതി ഇരുത്തി. ഇതെല്ലാം നമ്മുടെ ഫ്രണ്ടിലേക്ക് അല്ലെങ്കിൽ പോലീസുകാർക്കും നമ്മുടെയൊക്കെ കണ്ണടയ്ക്കണം. അതിനുവേണ്ടി ഇട്ടു കൊടുക്കുക. അതിന്റെ പുറകെ പെട്ടെന്ന് പിടിച്ച് കേസ് അങ്ങ് തീർത്തു. പക്ഷെ ഒന്നിരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉടായിപ്പ അല്ലേ? ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ എടുത്താൽ മതി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. കൂടാതെ അടുത്ത വീഡിയോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.